സെലനിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. നമ്മുടെ ശരീരത്തിലെ സെലനിയത്തിന്റെ ഗുണങ്ങൾ, അതിന്റെ കുറവിന്റെ ലക്ഷണങ്ങൾ, സെലനിയത്തിന്റെ ഭക്ഷണ സ്രോതസ്സുകൾ എന്നിവ. മിക്ക ഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഒരു മൈക്രോ ന്യൂട്രിയന്റാണ് സെലനിയം. ഇത് എൻസൈംസുകളുടെ ഒരു പ്രധാന ഘടകമാണ്. സെലനോപ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരം സെലനിയം ഉപയോഗിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഇത് ആവശ്യമാണ്. DNA സിന്തസിസിൽ സെലനോപ്രോട്ടീൻസ് ഉൾപ്പെടുന്നു. കോശങ്ങളുടെ കേടുപാടുകൾക്കും അണുബാധകൾക്കും എതിരായ സംരക്ഷണത്തിനും ഇവ ആവശ്യമാണ്. നമ്മുടെ പേശികളെ ആരോഗ്യകരമായി നിലനിർത്താനും അവ ആവശ്യമാണ്. ഒപ്പം നമ്മുടെ പ്രതിരോധ സംവിധാനവും ശക്തമാക്കുന്നു. ആരോഗ്യമുള്ള തൈറോയിഡ് ഗ്രന്ഥിക്ക് സെലനിയവും സെലനോപ്രോട്ടീൻസിനും ആവശ്യമാണ്. തൈറോയിഡ് ഗ്രന്ഥിയിലാണ് ഏറ്റവും കൂടുതൽ സെലനിയം അടങ്ങിയിരിക്കുന്നത്. കഴുത്തിൽ കാണപ്പെടുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. സെലനോപ്രോട്ടീൻസ് തൈറോയിഡ് ഹോർമോണുകളുടെ മെറ്റബോളിസത്തെ സഹായിക്കുന്നു. തൈറോക്സിൻ, ട്രയോഡോതൈറോണിൻ എന്നിവയാണ് രണ്ട് പ്രധാന തൈറോയിഡ് ഹോർമോണുകൾ. തൈറോക്സിൻ T4 എന്നും അറിയപ്പെടുന്നു. ട്രയോഡോതൈറോണിൻ T3 എന്നറിയപ്പെടുന്നു. സെലനോപ്രോട്ടീൻസ് ഇനാക്റ്റീവ് T4നെ ആക്റ്റീവ് T3 ആക്കി മാറ്റാൻ സഹായിക്കുന്നു. വളർച്ചയ്ക്കും ഉപാപചയത്തിനും വികാസത്തിനും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ള ആളുകൾക്ക് സെലനിയം ഗുണം ചെയ്യും. നമ്മുടെ പ്രതിരോധ സംവിധാനം തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഇത്. തലച്ചോറിന്റെ വികസനത്തിന് സെലനിയം പ്രധാനമാണ്. ഇത് മോട്ടോർ പ്രവർത്തനം, ഏകോപനം, ഓർമ്മയും അറിവും എന്നിവയെ സഹായിക്കുന്നു. ബീജങ്ങളുടെ വികാസത്തിനും ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനത്തിനും സെലനിയം ആവശ്യമാണ്. ഇത് ക്യാൻസർ, ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. സെലനിയം ഒരു ആന്റി ഓക്സിഡന്റായും പ്രവർത്തിക്കുന്നു. ഫ്രീ റാഡിക്കൽസിന്റെ കേടുപാടുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന പദാർത്ഥങ്ങളാണ് ആന്റി ഓക്സിഡന്റ്സ്. നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്രീ റാഡിക്കൽസ്. അവ അമിതമാകുമ്പോൾ ദോഷകരമാണ്. സെലനിയം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കാം. സെലനിയം കുറവുള്ള കുട്ടികളിലാണ് കാഷിൻ രോഗം ഉണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ ഹൃദയം വികസിച്ച് മോശമായി പ്രവർത്തിക്കുന്നു. എല്ലുകളുടെയും സന്ധികളുടെയും തകരാറാണ് കാഷിൻ ബെക്ക് രോഗം. കൗമാരക്കാരിലും കുട്ടികളിലും ഇത് കാണപ്പെടുന്നു. പുരുഷന്മാരിൽ വന്ധ്യത വർദ്ധിക്കുന്നു. കൂടാതെ മൂത്രസഞ്ചിയിൽ ക്യാൻസറും കണ്ടുവരുന്നു. ഇപ്പോൾ സെലനിയം കുറവിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. വിഷാദ മാനസികാവസ്ഥ, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, പേശികളുടെ ബലഹീനത എന്നിവയാണ് ചില ലക്ഷണങ്ങൾ. സെലനിയം കുറവ് ചില രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും. സെലനിയത്തിന്റെയും അയോഡിന്റെയും കുറവ് തൈറോയിഡ് രോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഹൈപ്പോതൈറോയിഡിസവും സെലനിയത്തിന്റെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറഞ്ഞ അവസ്ഥയാണ് ഇത്. ഡെഫിഷ്യൻസി, ക്യാൻസർ, അൽഷിമേഴ്സ്, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ കുറവുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രൂപ്പുകൾ നോക്കാം. HIV ബാധിതരായ ആളുകൾ, ഡയാലിസിസ് ഉള്ള ആളുകൾ, സെലനിയം കുറവുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ. ശുപാർശ ചെയ്യുന്ന സെലനിയത്തിന്റെ അളവ് ഞാൻ നിങ്ങളോട് പറയാം. സെലനിയത്തിന്റെ ഭക്ഷണക്രമം വ്യത്യസ്ത പ്രായക്കാർക്ക് വ്യത്യസ്തമാണ്. 1 മുതൽ 3 വയസ്സ് വരെ 20 മൈക്രോഗ്രാം ആവശ്യമാണ്. 4 മുതൽ 8 വർഷം വരെ ഇത് 30 മൈക്രോഗ്രാം ആണ്. 9 മുതൽ 13 വയസ്സ് വരെയുള്ളവർക്ക് 40 മൈക്രോഗ്രാം ആവശ്യമാണ്. 14 മുതൽ 18 വയസ്സുവരെയുള്ളവർക്ക് 55 മൈക്രോഗ്രാം ആവശ്യമാണ്.
മുതിർന്നവർക്ക് 55 മൈക്രോഗ്രാം ആവശ്യമാണ്. ഗർഭിണികൾക്ക് 60 മൈക്രോഗ്രാം ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് 70 മൈക്രോഗ്രാം ആവശ്യമാണ്. ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് സെലനിയം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. സെലനിയം അടങ്ങിയ ഭക്ഷണ സ്രോതസ്സുകൾ നോക്കാം. ചിക്കൻ, കരൾ, മുട്ട, മത്സ്യം, കക്ക എന്നിവ നല്ല സ്രോതസ്സുകളാണ്. ആട്ടിറച്ചി, ആട്ടിൻ കരൾ, ആട്ടിൻ വൃക്ക എന്നിവയും മികച്ച സ്രോതസ്സുകളാണ്. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരിപ്പുകൾ എന്നിവയിലും സെലനിയം ഉണ്ട്. ചില ഇലക്കറികളിലും ഇത് കാണപ്പെടുന്നു. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സെലനിയത്തിന്റെ അളവ് നമുക്ക് ഇപ്പോൾ നോക്കാം. ഈ പറയുന്ന സെലനിയത്തിന്റെ അളവ് അസംസ്കൃത ഭക്ഷ്യവസ്തുക്കൾക്കാണ് എന്നത് ശ്രദ്ധിക്കുക. ഒരു മുട്ടയിൽ ഏകദേശം 40 മൈക്രോഗ്രാം സെലനിയം ഉണ്ട്. 100 ഗ്രാം ഞണ്ടിൽ 71 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം അല്ലെങ്കിൽ 2 ചെറിയ അയലയിൽ ഏകദേശം 64 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം അല്ലെങ്കിൽ 2 ആടിന്റെ വൃക്കകളിൽ ഏകദേശം 142 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം അല്ലെങ്കിൽ 2 കോഴിക്കരളിൽ ഏകദേശം 46 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം അല്ലെങ്കിൽ 4 ചെറിയ കഷണം കോഴിയിറച്ചിയിൽ ഏകദേശം 20 മൈക്രോഗ്രാം ഉണ്ട്. 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറുപയറിൽ 15 മൈക്രോഗ്രാം ഉണ്ട്. 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉണങ്ങിയ പട്ടാണിയിൽ ഏകദേശം 15 മൈക്രോഗ്രാം ഉണ്ട്. 30 ഗ്രാം അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ചെറിയ മില്ലറ്റിൽ ഏകദേശം 12 മൈക്രോഗ്രാം ഉണ്ട്. 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഗോതമ്പിൽ ഏകദേശം 14 മൈക്രോഗ്രാം ഉണ്ട്. 10 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറാഷാണി വിത്തുകൾക്ക് ഏകദേശം 5 മൈക്രോഗ്രാം ഉണ്ട്. 10 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എള്ളിൽ ഏകദേശം 3 മൈക്രോഗ്രാം ഉണ്ട്. 10 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകത്തിൽ ഏകദേശം 4 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം അകത്തിയിലയിൽ ഏകദേശം 30 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം ചീരയിലയിൽ ഏകദേശം 21 മൈക്രോഗ്രാം ഉണ്ട്. നല്ല ആരോഗ്യത്തിന് ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.